ിലെ കൊട്ടാര വിപ്ലവത്തിന് കെ.എസ്.യുവിന് പിന്നാലെ രണ്ടാം ഘട്ടത്തിന് തുടക്കമിട്ട് മഹിളാ കോൺഗ്രസും കളത്തിൽ. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ ആഞ്ഞടിച്ച് മഹിളാ കോൺഗ്രസ് രംഗത്തെത്തി. വി ഡി സതീശനെതിരെ വിമർശനങ്ങൾ അക്കമിട്ട് നിരത്തി സംസ്ഥാന കമ്മിറ്റിയിൽ പ്രമേയം പാസാക്കി. സതീശൻ അഹങ്കാരം ഉപേക്ഷിക്കണമെന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ പാസാക്കിയ പ്രമേയത്തിൽ പറയുന്നു. പാർട്ടി പ്രവർത്തകരോടുള്ള മനോഭാവം മുഖ്യമന്ത്രി മാറ്റണം എന്നതാണ് മറ്റൊരു ഗുരുതര ആരോപണം. മറ്റൊന്ന്, പരാതി അറിയിക്കാനെത്തിയ മഹിളാ കോൺഗ്രസ് നേതാവിനെ മുഖ്യമന്ത്രി അപമാനിച്ചെന്നും ആക്ഷേപം. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗായത്രി ഒരാവശ്യത്തിന് എത്തിയപ്പോൾ പരസ്യമായി അപമാനിച്ചെന്നാണ് ആരോപണം. ഏകകണ്ഠമായാണ് പ്രമേയം പാസാക്കിയത് എന്നതും ശ്രദ്ധേയമാണ്. സംസ്ഥാന നേതൃത്വത്തിനും ഹൈക്കമാൻഡിനും പ്രമേയം അയച്ചു നൽകാനും മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തെ ചൊല്ലി നേരത്തെ ലോയേഴ്സ് കോൺഗ്രസും അതോടൊപ്പം കെ.എസ്.യുവും മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ച വിവാദം കെട്ടടങ്ങും മുൻപാണ് അടുത്ത വിവാദം എന്നതും ശ്രദ്ധേയമാണ്. ബിന്നിൽ ലീല സാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ബിന്നിൽ, എന്തായാലും തുടക്കത്തിൽ അത് കെ.എസ്.യുവും ലോയേഴ്സ് കോൺഗ്രസും ഒക്കെ ആയിരുന്നു. ആ വിവാദവും പൂർണ്ണമായും കെട്ടടങ്ങിയിട്ടില്ല. ഇപ്പോഴും അതിന്റെ അതൃപ്തി ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. പാർട്ടിക്കുള്ളിലുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ഇവിടെയാണ് മഹിളാ കോൺഗ്രസ് കൂടി ഈ വിഷയത്തിലേക്ക് വരുന്നത്. മഹിളാ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത്. വിജീഷ്, ആദ്യം വിദ്യാർത്ഥി സംഘടനയായിരുന്നു, ഇപ്പോൾ മഹിളാ സംഘടന കൂടി വി ഡി സതീശനെതിരെ രംഗത്തേക്ക് വരികയാണ്. ഇതിന് ആധാരമായ പ്രധാനപ്പെട്ട പ്രശ്നം ജില്ലാ അധ്യക്ഷയായിരുന്ന മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷ ഗായത്രി കഴിഞ്ഞ ദിവസം ഒരു നിവേദനവുമായി മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നിരുന്നു. ആ സമയത്ത് വളരെ മോശമായ രീതിയിൽ പാർട്ടി പ്രവർത്തകരോട് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആ മനോഭാവമായിരുന്നില്ല ആ സമയത്ത് ഉണ്ടായിരുന്നത്. പരസ്യമായി അപമാനിക്കുന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി പോയി. അതാണ് നേതാക്കളെ ചൊടിപ്പിച്ചത്. അതിനുശേഷമാണ് ഇന്നലെ ഈ മഹിളാ കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന കമ്മിറ്റി യോഗം തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് ചേർന്നത്. ഈ യോഗത്തിൽ അടിമുടി വളരെ രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രി വി ഡി സതീശന് നേരെ ഉയർന്നത്. അഹങ്കാരം മുഖ്യമന്ത്രി ഉപേക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഗുരുതരമായി തന്നെ ഈ പരാമർശമായി ഉയർന്ന് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കമ്മിറ്റിയിൽ ആർക്കും അക്കാര്യത്തിൽ എതിർപ്പ് ഉണ്ടായിരുന്നില്ല. ഐക്യകണ്ഠേനയാണ് ഒരു പ്രമേയം ഇക്കാര്യത്തിൽ പാസാക്കിയത്. മുഖ്യമന്ത്രി പാർട്ടി പ്രവർത്തകരുള്ള മനോഭാവം അതിൽ മാറ്റം വരുത്തണം, ഇങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ അത് പാർട്ടിക്ക് ദോഷം ചെയ്യും എന്നുള്ളതാണ് ഒരു പൊതു വിലയിരുത്തൽ ഉയർന്നത്. അതിന് പിന്നാലെയാണ് ഐക്യകണ്ഠേന ഈ പ്രമേയം പാസാക്കുകയും ചെയ്തത്. നിലവിൽ സംസ്ഥാന നേതൃത്വത്തിന് ഈ പരാതി നൽകി കഴിഞ്ഞു എന്നാണ് മഹിളാ കോൺഗ്രസിന്റെ ചില നേതാക്കളൊക്കെ പറയുന്നത്. ഹൈക്കമാൻഡ് ഈ പ്രമേയം അവിടേക്ക് എത്തിക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട്. ജെബി മേത്തർ സംസ്ഥാന അധ്യക്ഷയുടെ ഒരു നിവേദനവുമായി ബന്ധപ്പെട്ടാണ് ജില്ലാ അധ്യക്ഷ മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നത്. ആ സമയത്താണ് ഈ രീതിയിലൊരു പെരുമാറ്റം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് അവരുടെ പരാതിയായി ഉയർന്ന് വന്നിട്ടുള്ളത്. നേരത്തെ കെ.എസ്.യുവും സമാനമായ പരാതി ഉന്നയിച്ചതാണ്. മുഖ്യമന്ത്രിയോട് ഇക്കാര്യത്തിൽ, അതായത് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ, അവിടെ ഒരു അപാകത ഉണ്ടായിട്ടുണ്ട്. SFI പ്രവർത്തകയായിരുന്ന ആളെ പ്ലീഡറായി നിയമിച്ചു എന്നടക്കമുള്ള ആരോപണം ഉയർത്തി. പക്ഷേ അക്കാര്യത്തിൽ സർക്കാർ പിന്നോട്ട് പോയില്ല. അവിടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സ്വീകരിച്ച നിലപാട് അക്കാര്യത്തിൽ പിന്നോട്ട് പോക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല, കെ.എസ്.യുവിന്റെ സംസ്ഥാന നേതാക്കൾ മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചപ്പോഴും കാണാൻ മുഖ്യമന്ത്രി കൂട്ടാക്കിയിരുന്നില്ല. പിന്നീട് വളരെ വിവാദമായപ്പോഴാണ്, അതിൽ നേതാക്കൾ ഇടപെട്ടപ്പോഴാണ് കൂടിക്കാഴ്ചയ്ക്ക് ഒരു അനുമതി നൽകിയത്. പക്ഷേ ആ കൂടിക്കാഴ്ചയിലും കെ.എസ്.യുവിന് വലിയ ഗുണമുണ്ടായില്ല. ആ തീരുമാനത്തിൽ നിന്ന് ജിയോണ ജെയിംസ് എന്ന അഭിഭാഷകയാണ് പ്ലീഡറായി നിയമിച്ചത്. അഭിഭാഷകരുടെ കാര്യത്തിൽ പിന്നോട്ട് പോക്കില്ല എന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി കെ.എസ്.യു നേതാക്കളോട് വ്യക്തമാക്കുകയും ചെയ്തു. ആ പ്രശ്നങ്ങൾ പോലും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതിങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. കെ.എസ്.യുവിന് വലിയ എതിർപ്പുണ്ട്. പിന്നാലെയാണ് ഇപ്പോൾ മഹിളാ കോൺഗ്രസും സമാനമായ മുഖ്യമന്ത്രിക്കെതിരെ എതിർപ്പുമായി രംഗത്തേക്ക് വരുന്നത്. ഇനി മുഖ്യമന്ത്രി കാത്തിരിക്കുന്നത് വലിയ വിമർശനങ്ങളായിരിക്കും. KPCC അടക്കം യോഗങ്ങൾ ഇനി വരാനിരിക്കുകയാണ്. മുന്നണി യോഗം ഈ ആഴ്ച ചേരുന്നുണ്ട്. അത് 30-ാം തീയതിയാണ് യോഗം ചേരുക. അതിലും വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട്. കേസിന് പിന്നാലെ മഹിളാ കോൺഗ്രസ് മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. റിജീഷ്.